ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അത് ജനറൽ സർവീസായിട്ട് നമ്മൾ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനറൊക്കെ കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നോക്കുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ വരുന്ന വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അത് ഇവിടെ നോക്കും, ഇത് പ്ലേ കാണിക്കുന്നുണ്ട്. ഇത്രയും പ്ലേ വന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മുഴക്ക സൗണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് മാറ്റേണ്ടി വരുമ്പോൾ ഈ രണ്ട് ഐറ്റം കൂടി മാറണം. ഇതുമേ നോക്കുമ്പോൾ അതിൻ്റെ പ്ലേറ്റിങ്ങൊക്കെ പോയി തിരുമ്പോട്ടൊരു അവസ്ഥയിലേക്കാണ് അത് വന്നേക്കണം. ഇനി ഞങ്ങളിലേക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഐറ്റം മാറണം. അതേപോലെ തന്നെ ഈ റോളറുകളും കംപ്ലയിൻറ്റിലേക്ക് ആയിട്ടുണ്ട്. റോളറിൻ്റെ കംപ്ലയിൻ്റ് ചില ഭാഗങ്ങൾ നമുക്ക് തേയ്മാനം വന്നിട്ടുള്ളൂ. ഔട്ടർ പൊട്ടുന്നൊരു കണ്ടീഷനിലേക്കാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ അത് ഈ വീലുകൾ മാറ്റുന്ന കൂട്ടത്തിൽ അതുകൂടി മാറ്റി കയറ്റണമാണ് നല്ലത്. കാരണം അതല്ലെങ്കിൽ പിന്നീട് അത് പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ വീല് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബെൽറ്റ് ഓൾറെഡി മാറ്റണ കേസ് പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി കസ്റ്റമർ പറഞ്ഞേക്കണ കേസാണ് ബെൽറ്റ് ചേഞ്ച് ചെയ്യണ കേസ്. പിന്നെ ഈ ഭാഗത്തേക്ക് ആക്സിലേറ്റർ കേബിൾ ക്ലച്ച് കേബിൾ ഒന്നും കുഴപ്പമില്ല. ഹെഡിൻ്റെ അവിടെ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് ലൈനർ ആയാലും കമ്പനി ലൈനർ കിടക്കണേ, പുതിയ ലൈനർ കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഈ ഗ്രീൻ ബുഷൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടോ. ഗ്രീൻ ബുഷ് അത്യാവശ്യം ഓവലായിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കോളറും ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോളർ നമുക്ക് ഈ ഒരു സൈഡിൽ ഇച്ചിരി പ്രശ്നം കൂടുതലായിട്ട് തോന്നണം കേട്ടോ, റൈറ്റ് സൈഡിൽ. അപ്പോൾ അതൊന്ന് അഴിച്ചു നോക്കാം. ഗ്രീസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗ്രീസ് ചെയ്ത് തരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കോളർ മാത്രമായിട്ട് മാറ്റിയിടാതെ മതി. പിന്നെ ബാറ്ററി നമുക്ക് 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കണേ. 12 വോൾട്ട് 5 ആമ്പിയറുള്ള ബാറ്ററിയാണ്. നമ്മൾ ബാറ്ററി ചാർജിങ്ങിൻ്റെ കേസ് എന്ന് പറഞ്ഞേക്കണേ. പക്ഷേ അത് നമുക്ക് നോക്കുന്ന സമയത്ത് ചാർജ് ഫുള്ളാണ്. ചാർജൊക്കെ കറക്റ്റായിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ആമ്പിയറാണ് മിസ്റ്റേക്ക് കേട്ടോ. കാരണം വണ്ടി ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ അത് പരമാവധി ഓടിക്കുക. അതിനുശേഷം കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ബാറ്ററി മാറ്റി പുതിയത് വയ്ക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം. അത്യാവശ്യം അഴുക്കിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിലും മാറാം. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ട് മൺഗാർഡിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. മൺഗാർഡും ബ്രാക്കറ്റിൻ്റെ കേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റേ സ്റ്റീൽ ടൈപ്പാണ്. അത് എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ചെന്നിട്ട് മുട്ടിയിട്ട് ഒടിഞ്ഞു പോയതാണ് ഈ ഐറ്റം. ശരിക്കും പറഞ്ഞാൽ ഇത് വെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ ടിഗ് വെൽഡിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സ്റ്റീൽ വെൽഡിങ് ആയിട്ട് ചെയ്യേണ്ടി വരും. കാരണം മറ്റേപ്പാട് വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു കറക്റ്റായിട്ട് നിൽക്കില്ല ഈ ചെറിയ പീസ് ആയതുകൊണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇടി കൊണ്ടിട്ട് ഈ സൈഡൊക്കെ ബെൻഡായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആവശ്യമല്ലാന്നുണ്ടെങ്കിൽ ഇത് അഴിച്ചു മാറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സേഫ്. കാരണം ഇത് ഫൈബറാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നിലനിർത്താം. ഇത് വെൽഡ് ചെയ്യാൻ നോക്കണ്ട. വെൽഡ് ചെയ്താലും ചൊവ്വാവില്ല, ക്ലിയർ ആയി കിട്ടില്ല നമുക്ക് കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ വർക്ക് പറഞ്ഞാൽ ബാക്കിയത്തെ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.